ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തുടർന്ന് ഒരു മനപ്പാഠം സഹോദരിമാരുടെ വകയായ ഒരു മനപ്പാഠമാണ് സിസ്റ്റർ ശോശാമ വിൽസനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഓടി ഓടി ബഹുമാനപ്പെട്ട അധ്യക്ഷന്, എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാനിവിടെ ഒരു മനപ്പാഠമാണ് പറയുന്നത്. മനപ്പാഠമാണെങ്കിലും അത് നമുക്ക് ദാസൻ പറഞ്ഞതുപോലെ പൗലോസിന്റെ ഒരു കത്താണ്. താൻ എവിടെ പോയാലും കത്ത് എഴുതുന്ന ഒരു ഇതാണല്ലോ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾപ്പാതൊക്കെയിടയായി. അതുപോലെ തന്നെ ഇതും സഭവിശ്വാസികൾക്ക് വേണ്ടി തീത്തോസിനോട് ഒരു കത്ത് എഴുതുന്നതാണ്. പ്രാർത്ഥനയോടെ എനിക്ക് ദൈവനാമത്തെ സ്തുതിക്കുന്നു. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിയിൽ ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയിക്കാതെ കലഹിക്കാതെ ശാന്തന്മാരായ സകല മനുഷ്യരോട് പൂർണ്ണ സൗമ്യത കാണിപ്പാൻ ഓർമ്മപ്പെടുത്തുക. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാതെ വഴിതെറ്റി നടന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദൈവം മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല തന്റെ കരുണപ്രകാരം എത്ര രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവനെ അവകാശികളായിരിക്കേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ ഈ വചന വിശ്വാസിയും ദൈവത്തിൽ വിശ്വസിച്ച ഒരു സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കേണ്ടതിന് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. മൗഢ്യതർക്കവും വംശാവലികളും ന്യായ പ്രമാണത്തെ കുറിച്ചുള്ള കലഹവും വാദവും ഒഴിഞ്ഞു നിൽക്കാം. ഇവ നിഷ്പ്രയോജനം വ്യർത്ഥമത്രേ. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ തെറ്റിച്ചിരിക്കുന്നത് നിനക്കറിയാമല്ലോ. ഞാൻ അർത്തമാസിനെ തീത്തോസിനെ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കൊലോപോലിസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കുക. അവിടെ ഞാൻ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പൽവസിനും ഒരു മുട്ടും വരാതെ വേണം ഉത്സാഹിച്ച് വഴിയാത്രയിൽ അയക്കാം. നമ്മോടുകൂടെയുള്ളവർ സൽപ്രവൃത്തിയിൽ ഉത്സാഹികളായിരിക്കേണ്ടത് നീ ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നമ്മോടുകൂടെയുള്ളവർ എല്ലാവരും സൽപ്രവൃത്തികൾ മുൻപന്മായിരിക്കാൻ പഠിക്കട്ടെ. എന്നോടുകൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചെല്ലുന്നു. നമ്മെ ക്രിസ്തു യേശുവിൽ സ്നേഹിക്കുന്ന നിനക്കും വന്ദനം ചെല്ലുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സഹോദരി അനുഗ്രഹിക്കട്ടെ. വളരെ ഭംഗിയായി ആ മനപ്പാഠ വാക്യം തെറ്റുകൂടാതെ പറഞ്ഞല്ലോ. കർത്താവ് സഹായിക്കട്ടെ.